ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാത് ഗുണിജ പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അഭി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരി ഓം തസ്. ഹരി ഓം തസ്. ജയ ഗുരു. എല്ലാവരും കൂടി കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് ആകാവുന്നിടത്തോളം നിവർന്നിരുന്ന് 3 തവണ കൂട്ടായി ഓംകാര ജപ തപോനുഷ്ഠാനം നമുക്ക് നടത്താം. പതിവ് പോലെ ഉത്സാഹത്തോടു കൂടി നല്ല പോലെ കണ്ഠം തുറന്ന് എല്ലാവരും എൻ്റെ കൂടെ ജപിക്കും. ഓ ഹരി ഓം തസ്. ജയ ഗുരു. യദി ദേഹം പൃഥക്കൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ് ബ്രൂഹി മമ പ്രഭോ മുക്തിമിച്ഛസി ചേത്താതാ വിഷയാൻ വിഷവത്യജ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ ന പൃഥ്വീ ന ജലം നാഗ്നിഃ ന വായുർദ്യൗർന വാ ഭവാൻ യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ യദി ദേഹം പൃഥക്കൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. നാം ഇവിടെ പ്രതിപാദിക്കുന്നത് ബ്രഹ്മവിദ്യയാണ്. വിദ്യ 2 തരത്തിലാണ് ഞാനിവിടെ പറഞ്ഞു കാണും. ഒന്ന് അപരാവിദ്യ, താഴുന്നത്,
താഴെ തട്ടിലുള്ളത്, പിന്നെ ഒന്നോ പരാവിദ്യ ഉയർന്നത്. ഇങ്ങനെ താഴ്ന്നത് ഉയർന്നത് എന്ന് പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇൻഫീരിയർ സുപ്പീരിയർ എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വയം കണ്ടെത്തണം. ഒരെണ്ണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മുൻപിൽ 4 ഭാഗത്തും വെളിപ്പെടുന്നതാണ്. ആ വെളിപ്പെടുന്ന വസ്തുക്കൾ മുഴുവനും തന്നെ നശ്വരങ്ങളാണ്, ക്ഷണികങ്ങളാണ്, മാറ്റമില്ലാത്തതൊന്നുമില്ല. അങ്ങനെ ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും മാറുന്നതാണ്, പരിവർത്തനശീലമുള്ളതാണ്. അതിനെ സംബന്ധിച്ച പഠിപ്പാണ് നമുക്ക് ചെറുപ്പകാലം മുതൽക്ക് നാം പലതരത്തിലും പല ശ്രേണികളിലും പഠിച്ചു വരുന്നത്. എന്നാൽ ഈ വസ്തുക്കളെ മുഴുവൻ കണ്ടറിയുന്ന ഒരു ദ്രഷ്ടാവുണ്ട്, ഒരു ദൃക്കുണ്ട്. ആ ദൃക്കിന് മാത്രമേ ഇവിടെ നാശമില്ലാത്തതുള്ളൂ. അപ്പോൾ വിദ്യ 2 തരത്തിലാണ്. നശ്വര വസ്തുക്കളെ ഉദ്ബോധിപ്പിക്കുന്നതും വിശകലനം ചെയ്യുന്നതുമായ വിദ്യ എല്ലാം കൊണ്ടും താണത് തന്നെ. അതേ സമയത്ത് ഒരു വിധത്തിലുള്ള പരിവർത്തനമോ നാശമോ ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരുപോലെ പ്രകാശിക്കുന്ന ആ സാക്ഷിയും ദ്രഷ്ടാവും ദൃക്കുമായിരിക്കുന്ന ഒന്നുണ്ടല്ലോ, അതിനെപ്പറ്റി അറിയണ്ടേ. മാത്രമല്ല എല്ലാ അറിവുകൾക്കും നിദാനമതാണ്. ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിനും ഉണരാനോ അറിയാനോ ഉള്ള ശക്തിയില്ല, അതിനുള്ള സാധ്യതയില്ല. എല്ലാം തന്നെ ജഡമാണ്. ജഡമല്ലാതെ ചേതനം എന്ന് പറയാൻ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നോക്കിക്കാണുന്നവൻ്റെ ഉള്ളിൽ ദേഹവിലക്ഷണമായിരിക്കുന്ന ആ സാന്നിധ്യം മാത്രമാണ് ചേതനം. അതുകൊണ്ടാണ് അതിനെ ശ്രേഷ്ഠം എന്ന് പറയുന്നത്. ഈ അപരാവിദ്യയിൽ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഇന്നത്തെ കാലത്ത് എന്തെല്ലാം മോഡേൺ നോളേജ് ആയിട്ടുണ്ടോ, ഹിസ്റ്ററി, ജോഗ്രഫി, സുവോളജി, ബയോളജി, ആന്ത്രോപോളജി, ന്യൂക്ലിയർ സയൻസസ്, എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അപരാവിദ്യയിൽ പെടുന്നതാണ്. ആ ബ്രഹ്മവിദ്യ പ്രതിപാദനമാണ് ഇവിടെ നടക്കുന്നത്. നാം ആത്മതത്വ സമീക്ഷ എന്ന് പേര് കൊടുക്കാൻ കാരണം ഈ ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദം തന്നെ ആത്മാവിൻ്റെ പര്യായമാണ്. ഞാനത് ഇന്നലെയോ മിനിഞ്ഞാന്നോ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ നമുക്ക് ഒരു സംശയവും ഒരു ഉപകരണവുമില്ലാതെ മനസ്സിലാക്കാവുന്നതും ഉണരാവുന്നതും എന്താ? ഞാൻ എന്ന് പറയുന്ന ബോധമാണ്. ആ ഞാനിൽ നിന്നാണ് പിന്നെ എല്ലാം പുറപ്പെടുന്നത്. ഞാൻ പറയുന്നു എനിക്കൊരു ദേഹമുണ്ടെന്ന്, ഞാൻ പറയുന്നു ആ ദേഹത്തിന് വസ്ത്രം വേണമെന്ന്, ഞാൻ താമസിക്കുന്നത് വീടിലാണ്, നടക്കുന്നത് റോട്ടിലാണ്, സഞ്ചരിക്കുന്നത് വാഹനത്തിലാണ്, കാണുന്നത് ലോകവസ്തുക്കളെയാണ്, ഞാൻ ഉണർന്നു, ഉറങ്ങി, സ്വപ്നം കണ്ടു, ഇങ്ങനെ എല്ലാറ്റിനും നിദാനമായി പ്രഥമാവിഭക്തിയായിരിക്കുന്ന ഞാൻ മാത്രമാണ്. അതിന് ഒരു വിധത്തിലുള്ള നാശമോ നഷ്ടമോ കാണുന്നില്ല, ഏറ്റക്കുറവില്ല. അങ്ങനെ ഉണർവ് രൂപത്തിൽ വേർപെട്ട ലോകവസ്തുക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഈ ജ്ഞാനം, അതിനെ അഹം പ്രത്യഗോചര എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ ചിത്രീകരിക്കുന്നത്. ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ് അത്. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനുഭവമുണ്ട്. ആ ആത്മാവിനെ വെച്ചുകൊണ്ട് ഈ ബ്രഹ്മവിദ്യ പ്രതിപാദിക്കുകയാണ് അഷ്ടാവക്ര മഹർഷി ജനകനെ നോക്കി. ജനകൻ ഒരു മഹാരാജാവാണ്. അദ്ദേഹത്തിൻ്റെ സദസ്സ് ക്ഷേത്രമായിരുന്നില്ല. വിദ്വാൻമാരെല്ലാവരും വന്ന് രാജ്യഭരണകാര്യങ്ങൾ ചർച്ച ചെയ്ത് പ്രജാക്ഷേമം ഉറപ്പുവരുത്താൻ എന്തെല്ലാം ഭരണത്തിൽ ഉൾക്കൊള്ളിക്കണം, അതിൽ നമ്മുടെ ഭരണസിദ്ധാന്തം, ഭരണമൂല്യങ്ങൾ എന്തെല്ലാം വേണമോ അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെയുള്ള വിദ്വാൻമാരെ മുഴുവൻ വിഡ്ഢിയാക്കിക്കൊണ്ട് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന അഷ്ടാവക്ര മഹർഷി പൊട്ടി അങ്ങോട്ട് ചിരിച്ചപ്പോൾ ജനകൻ്റെ മനസ്സിലുണ്ടായ ആ വിഷമുണ്ടല്ലോ, വ്രണപ്പെടൽ, അത് വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ ഞാൻ പറയണത്? ഇത് ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന ഭക്തനോട് ഉള്ളിലുള്ള ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചരിത്രമല്ല. ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഭരണവിദ്വത് സദസ്സിൽ വെച്ച് വിദ്വാൻമാർ മുഴുവൻ വിഡ്ഢികളാണെന്ന് വരുത്തിക്കൊണ്ട് മഹർഷി പൊട്ടി അങ്ങോട്ട് ചിരിച്ചപ്പോൾ ജനകന് പെട്ടെന്ന് ഇടിവെട്ട് കൊണ്ട പോലെയായി. ആ സമയത്ത് ചോദിക്കുകയാണ്, ശരിയായിട്ടുള്ള ജ്ഞാനം എനിക്ക് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ ആ ജ്ഞാനം എങ്ങനത്തതാണെന്ന് നിങ്ങൾ പറയൂന്ന് മറുപടി. രാജ്യഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച നടക്കുന്നത്. ഇതേമാതിരി തന്നെയാണ് ഭഗവത്ഗീത ഉപദേശിച്ചത്. കുരുക്ഷേത്രത്തിൽ 13 കൊല്ലം തയ്യാറെടുപ്പോടുകൂടി വന്ന് 18 ദിവസത്തെ പോര് ചെയ്യാൻ തയ്യാറായി കൃഷ്ണനെ തേരാളിയായി കിട്ടിയതിന് ശേഷം സൈന്യത്തെ നിരീക്ഷിക്കണമെന്ന് സ്വയം ആവശ്യപ്പെട്ട് ഭീഷ്മദ്രോണാദികളുടെ മുൻപിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴാണ് അർജുനൻ തളർന്നു വശായത്.
ആ തളർച്ച മാറ്റി യുദ്ധം ചെയ്യിക്കാൻ കൊടുത്ത ഭഗവത്ഗീത എന്ന് പറയുന്ന ഉപദേശം എങ്ങനെ ഒരു മതഗ്രന്ഥമോ മതശാസ്ത്രമോ ആകും എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്നു. ഹിമാലയം മുതൽക്ക് ഹിന്ദു സരോവരം വരെ വ്യാപിച്ചു കിടക്കുന്ന ദേവനിർമ്മിതമായ ഭൂപ്രദേശത്തിനാണ് ഹിന്ദുസ്ഥാനം എന്ന പേര്. ആ ഹിന്ദുസ്ഥാനത്തിലുള്ളവരെല്ലാവരും തന്നെ ഹിന്ദുസ്ഥാനികളും ഹിന്ദുക്കളുമാണ്. അവരുടെ പൂർവികർ അവരുടെ പൂർവ്വകാലങ്ങളിൽ എല്ലാവർക്കും ഒരുപോലെ ഗുണം വേണം, നന്മ വേണം, മൂല്യം വേണം, അവകാശപ്പെടണം, അധികാരമുണ്ടാവണം, പൈതൃകമായി കിട്ടണം എന്ന് വിചാരിച്ച് നമ്മുടെ പൂർവികർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളുമാണിത്. ഇതിലൊരു മതത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. ഇത് ഇന്ത്യയുടെ ഒരു സ്വത്താണ്. ലോകത്തിന് മുഴുവൻ പ്രദാനം ചെയ്യാനുള്ള വലിയ ഒരു പൈതൃക വിഭവമാണിത്, ജ്ഞാനനിധിയാണിത്. ഇതിൽ മതം എന്നൊരു ചോദ്യമോ ഒരു വാക്കോ വരുന്നില്ല. ഒരു രാജാവ് മഹർഷിയോട് ചോദിക്കുകയാണ്. അപ്പം മഹർഷിമാർക്ക് ഇവിടെയുള്ള സ്ഥാനം മതസ്ഥാനമല്ല, രാജ്യഭരണം നടത്തുന്നവരെ പോലും ഉപദേശിക്കാനുള്ള പ്രഭാവവും മഹാത്മ്യവും ഉള്ളവരാണ്. എല്ലാ ജ്ഞാനവും തുടങ്ങുന്നത് ഞാനിൽ നിന്നാണ്, അവസാനിക്കുന്നത് ഞാനിലാണ്. ആ ജ്ഞാനം വെളിപ്പെടുത്തുന്നതാണ് ഈ അഷ്ടാവക്ര സംഹിത. അതുകൊണ്ടാണ് അതിന് ആത്മതത്വ സമീക്ഷ എന്ന് നാം പേരിട്ടത്. അവനവൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ സമീക്ഷണം ചെയ്ത് മനസ്സിലാക്കുക. അതിൽ ഇതേവരെ നാം പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം. എന്താണ് ഈ വേർതിരിച്ച് മനസ്സിലാക്കൽ? ഈ പ്രപഞ്ചം മുഴുവനും നമ്മുടെ ദേഹമടക്കം നമ്മുടെ ചുറ്റുമുള്ളതാണ്. തൊലിപ്പുറമേ ബാഹ്യമായിട്ടുള്ളതാണ്. എല്ലാം സ്ഥൂല വസ്തുക്കളാണ്. സ്ഥൂല വസ്തുക്കളാണെന്നതുപോലെ ജഡവുമാണ്. ആ ജഡങ്ങളെ നോക്കിക്കാണുന്ന ഒരേ ഒരു ഘടകമേ പ്രപഞ്ച സൃഷ്ടി വിശേഷത്തിലുള്ളൂ. ഇത് ഞാൻ എത്ര തവണ പറയണമപ്പാ? എൻ്റെ കൈയായാലും കാലായാലും, ഞാൻ നിൽക്കുന്ന ഭൂമിയായാലും, കാണുന്ന ചെമരായാലും, വാതിലായാലും, വീടായാലും, പുറമേയുള്ള റോഡായാലും, ഭൂമണ്ഡലം വിട്ട് ചന്ദ്രനായാലും, സൂര്യനായാലും, ചൊവ്വയായാലും, എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ദൃശ്യമാണ്, ജഡമാണ്. ഈ ദൃശ്യത്തെയും ജഡത്തെയും കണ്ടറിയുന്ന, കാണുന്ന ഒരു ദ്രഷ്ടാവുണ്ട്. ആ ദ്രഷ്ടാവാണ് നമ്മുടെ ഉള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ദൃശ്യങ്ങൾ അനേകം, ദ്രഷ്ടാവ് ഒന്ന്. ദൃശ്യം ജഡം, ദ്രഷ്ടാവ് ചേതനാത്മകം. മനസ്സിലായോ പറയുന്നത്? എല്ലാറ്റിനെയും വെട്ടിക്കോളൂ ചവന്ന മഷി കൊണ്ട്. സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, വൈകുണ്ഠം, കൈലാസം, എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ദൃശ്യം. They are nothing but inert objects before the subject perceiver, namely the I within our body. എല്ലാറ്റിനെയും നോക്കിക്കാണുന്ന ഞാൻ എന്ന് പറയുന്ന ആ ഘടകമുണ്ടല്ലോ, അതിൻ്റെ മുൻപിൽ സർവ്വതും ജഡപ്രപഞ്ചമാണ്, ദ്രവ്യപ്രപഞ്ചം, ഊർജപ്രപഞ്ചം മുഴുവനും. അതിനെ നോക്കിക്കാണുന്നത്, കാഴ്ച എവിടെ നടക്കണു? കണ്ണിലല്ല, പുറത്തല്ല. നിങ്ങളെല്ലാവരും എൻ്റെ മുൻപിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ നോക്കിക്കാണുന്നുണ്ട്. ആ കാഴ്ച നടക്കുന്നത് പുറത്തല്ല, കണ്ണിൻ്റെ 1 മില്ലിമീറ്റർ പുറത്തുമല്ല. കണ്ണിലൂടെ ആ പ്രകാശകിരണങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് കാണാനുള്ള ശക്തി ആർക്കുണ്ടോ ആ മണ്ഡലത്തിലാണ് കാഴ്ച നടക്കുന്നത്. കാണാനുള്ള ശക്തി ജഡശരീരത്തിനില്ല. ജഡശരീരത്തോടുകൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ചേതനാമയം, ചേതനാതലം, കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു തലമുണ്ട്. ആ തലത്തിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പതിപ്പ് രൂപപ്പെടുന്നത്. ആ പതിപ്പിനെ ഞാനാണ് പ്രകാശിപ്പിക്കുന്നത്, എന്നെ ഒരാളും പ്രകാശിപ്പിക്കുന്നില്ല. ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒന്നിനെയും കണ്ടില്ല, ഞാൻ മാത്രമായി കിടന്നുറങ്ങി. അങ്ങനെ താൻ ഉറങ്ങി എന്ന് വേറെ ഒരാളോ ലോകമോ നമ്മളോട് പറയുന്നുവോ, അതോ ഞാൻ ഉറങ്ങി എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നുവോ? Am I clear, my dear souls? ഞാൻ ഉറങ്ങി എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നതാണ്. അല്ലാതെ ലോകം എന്നോട് എടോ മനുഷ്യ താൻ കിടന്ന് ഉറങ്ങിയെന്ന് നമ്മളോട് ആരോടും പറയുന്നില്ല. ഞാൻ ഉണർന്നു എന്നുള്ളതും എൻ്റെ അറിവാണ്. അപ്പം ഞാനാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത്. ഈ ഞാനാകട്ടെ ഉൾപ്പൊരുളാണ്. ആ ഞാനിൻ്റെ വ്യാപകത്വം എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ വിശ്വത്തിനെ മുഴുവനും കാണിച്ചു തരുന്നുവെന്ന്. അപ്പോൾ വിശ്വത്തിനെ മുഴുവൻ കാണിച്ചു തരുന്ന അതിന് വിശ്വത്തിനേക്കാൾ വലിപ്പമുണ്ടാവണ്ടേ? മനസ്സിലായോ? 100 ലിറ്റർ വെള്ളമൊഴിക്കാൻ ഒരു പാത്രമുണ്ടായാൽ ആ പാത്രത്തിൽ 100 ലിറ്ററും ഉൾപ്പെടണ്ടേ? അതുപോലെ ഈ വിശ്വം നിങ്ങളെ എല്ലാവരെയും നോക്കിക്കാണുന്ന ഒരു ഭൂമാനന്ദ സ്വാമി സ്റ്റേജിലിരുന്ന് സംസാരിക്കുന്നു. നിങ്ങളുടെ പരപ്പും വിസ്താരവും നീളവും എത്രയുണ്ട്? ഓരോരുത്തരും വേറെ 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 എന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങളെ അനുഭവിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ പറ്റി പറയാൻ പറ്റുമോ? ആ അനുഭവം നടക്കുന്നത് ദേഹത്തിൻ്റെ ഉള്ളിലാണ്.
അപ്പം എൻ്റെ ഉൾമണ്ഡലം ദേഹത്തെ പോലെ പരിമിതമാണോ? പരിമിതമല്ല. വിശ്വത്തിനെ മുഴുവൻ നോക്കിക്കാണുന്ന അത്, വിശ്വസാക്ഷിയായിരിക്കുന്ന അത് എന്താ? വിശ്വത്തിനേക്കാൾ വ്യാപകം. ആദ്യം അത് ചേതനാമയം, രണ്ടാമത് അതിൻ്റെ മാനം, അതിൻ്റെ പരിമാണം, അതിൻ്റെ ഡയമെൻഷൻ ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ the infinite magnitude the so-called world which we perceive apparently has. അത്രത്തോളം വലിപ്പമുള്ളതാണത്. ഇങ്ങനെ അറിയുന്ന ഒരു മനുഷ്യന് ഞാൻ സാക്ഷിയാണ്, കാണപ്പെടുന്ന വസ്തുക്കൾക്കൊന്നും എന്നിൽ പ്രവേശമില്ല, ഒരു തരത്തിലും എന്നെ ബാധിക്കില്ല, ഞാനായി തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ എന്ത് ആകർഷണമോ വികർഷണമോ ആണ് ഉള്ളത്? ഒന്നും തന്നെ ഇല്ല. അതിനാൽ ഇനി പറയണത് കേട്ടോളൂ. ഒരു തത്വജ്ഞൻ അതിപ്രാവീണ്യത്തോടുകൂടി, പ്രാവീണ്യം എന്നുള്ള വാക്കിനർത്ഥം യജമാനത്വം, സോവറിൻ നേച്ചർ, മാസ്റ്ററി എന്നാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അടിമത്തത്തോടു കൂടിയല്ല. ലോകം നമുക്ക് അടിമയാകാം, നാം ലോകത്തിന് അടിമയല്ല. വി ക്യാരി ദ മാസ്റ്ററി ബൈ വെർച്യൂ ഓഫ് അവർ ഓൺ ഹ്യൂമൻ ബർത്ത്, ഡിഗ്നിറ്റി, പൊട്ടൻഷ്യൽ, വർത്ത് ആൻഡ് പെർസെപ്ഷണൽ സ്കിൽ. മനുഷ്യനായി പിറന്നതുകൊണ്ട്, മനുഷ്യ ശരീരം, മനുഷ്യ വ്യക്തിത്വമുള്ളത് കൊണ്ട് ലോകത്തിന് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വസാക്ഷിയാണ് ഞാൻ എന്നറിയുമ്പോൾ ആ വിശ്വസാക്ഷിത്വത്തിൻ്റെ മുകളിൽ ഈ ലോകം മുഴുവനും ഒരു കൊമിള വെള്ളത്തിൽ എങ്ങനെയോ അതുപോലെയാണ്. ഈ ആത്മാവിനെ നിങ്ങൾ വേണ്ടതുപോലെ ഉണരുന്ന പക്ഷം ഈ ലോകം നിങ്ങളുടെ ദാസനാകാം. നിങ്ങളാണ് ലോകത്തിൻ്റെ യജമാനൻ. നമുക്ക് അധ്യാത്മം എന്ന വാക്കിന് അർത്ഥം തന്നെ നല്ല പോലെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇവിടെ. അധ്യാത്മം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സംബന്ധിക്കുന്നതാണ്. ജീവിതം മുഴുവൻ അനുഭവങ്ങളുടെ പരമ്പരയാണ്, അനുഭവാത്മകമാണ് നമ്മുടെ ജീവിതം. അധ്യാത്മത്തിൽ എന്ത് സ്വസംവേദ്യം നതു പരപ്രത്യക്ഷം എന്ന് പറയും. സ്വയം അനുഭവിച്ചറിയുന്നതൊഴികെ മറ്റൊരാൾക്ക് ഇത് പ്രത്യക്ഷമല്ല. ജഡവസ്തുക്കളെ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് പ്രത്യക്ഷമല്ല, മനോവൃത്തി പ്രത്യക്ഷമല്ല, ബുദ്ധിയിൽ നടക്കുന്ന ആലോചന പ്രത്യക്ഷമല്ല. എന്നാൽ നമുക്ക് അറിയാനും ഉണരാനുമുള്ള ശക്തി ഉണ്ട് താനും. അപ്പോൾ ഇത് സ്വസംവേദ്യം, അവനവൻ്റെ ഉള്ളുകൊണ്ട് മാത്രം അറിയാവുന്നതാണ്. ബാഹ്യവസ്തുക്കളെ ഗ്രഹിക്കാൻ നമുക്ക് ദൂരദർശിനി, സൂക്ഷ്മദർശിനി എന്നീ ഉപകരണങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഈ ഉൾവസ്തുവിനെ ഗ്രഹിക്കാൻ ഒരു ഉപകരണങ്ങളും വേണ്ട. ഇന്ദ്രിയങ്ങൾ ലോകത്തിന് മുഴുവനും സൂക്ഷ്മദർശിനി അടക്കം കാണാനുള്ള ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ച് കാണിച്ചു തരുന്ന സ്വയം കാണുന്ന ഉള്ളുണർവുമുണ്ട്. അതിനെ മനസ്സിലാക്കുക, അതൊരു സംവേദനം എന്നുള്ളതാണ് ഇവിടെ കാര്യം. അതാണ് ഇതിനെ അപരോക്ഷാനുഭവം എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങൾ വഴി വരുന്ന അറിവും അനുഭവമുണ്ടല്ലോ, അതിനെ വിചിന്തനം ചെയ്ത് ക്രോഡീകരിച്ച് വിശകലനം ചെയ്ത് ഗുണദോഷങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി നമ്മളിൽ വളർത്തിയെടുക്കുന്ന നിത്യാനിത്യ വസ്തു വിവേകം ഒന്നുകൊണ്ട് മാത്രമേ ഇതിനെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. സാധാരണ ഒബ്ജക്റ്റീവ് സയൻസസ് ബാഹ്യശാസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന രണ്ട് മാനദണ്ഡമാണ് ഓബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുക, കണ്ട വസ്തുവകകളെല്ലാം ആലോചിച്ച് വിശകലനം ചെയ്ത് തക്ക നിഗമനങ്ങളിൽ എത്തിച്ചേരുക. അങ്ങനെ ഓബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ് ആർ ഓൺലി ടു കാനൻസ് ഫോർ ഓൾ ഒബ്ജക്റ്റീവ് സയൻസസ്. ബാഹ്യശാസ്ത്രങ്ങൾക്ക് എല്ലാറ്റിനും തന്നെ ഈ നിരീക്ഷണവും നിഗമനവും രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അതേ നിരീക്ഷണ നിഗമനങ്ങൾ കൊണ്ടാണ് അധ്യാത്മസത്വങ്ങളും നമ്മുടെ പൂർവികർ കണ്ടെത്തിയത് നാം ഇപ്പോഴും കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് സയൻസസിനെ എങ്ങനെ സ്വീകരിക്കുന്നുവോ അതേമാതിരിയുള്ള ആധികാരിത്വത്തോടുകൂടി, അന്തിമത്വത്തോടുകൂടി, അതേമാതിരിയുള്ള മൂല്യബോധത്തോടു കൂടി വേണം ഈ അധ്യാത്മശാസ്ത്രത്തെയും സ്വീകരിച്ച് മനസ്സിലാക്കാൻ. ഈ പ്രപഞ്ചം മുഴുവനും പാഞ്ചഭൗതികമാണ്. ഞാനോ പഞ്ചഭൂതങ്ങളല്ല, പാഞ്ചഭൗതികം എൻ്റെ ശരീരം മാത്രം. ഞാൻ അതിനെ നോക്കിക്കാണുന്ന ഉണർവ് രൂപിയാണ്. ഇതിനെയാണ് വിഷയി എന്ന് പറയുക. വിഷയത്തിനെ ഗ്രഹിക്കുന്നവൻ സബ്ജക്റ്റ്, ബാക്കിയെല്ലാം ലോകത്തിൽ ഓബ്ജക്റ്റാണ്. ഈ ലോകത്തിന് മുഴുവൻ ഒരു സബ്ജക്റ്റേ ഉള്ളൂ, അത് താൻ, ഞാൻ എന്നത് മാത്രം. ഈ ബാഹ്യവസ്തുക്കൾ ഒന്നും തന്നെ നമ്മളിൽ ഏശില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് ലോകത്തിൽ ബാധ? ഒരു ബാധയുമില്ല. നിർബാധമായി നിർവികാരമായി നിങ്ങൾക്ക് ആകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഞാൻ ഇപ്പം തന്നെ നിർവികാരിയാണ്.
അതാണ് ഞാൻ പറഞ്ഞേ, ആത്മസ്പർശം കിട്ടാതെ ഒരൊറ്റ ആളും ഇവിടുന്ന് പോകരുതെന്ന്. നിങ്ങൾക്ക് ആത്മാവിൻ്റെ സ്പർശം ആവശ്യമില്ല. ആത്മസ്പർശം ഇപ്പോൾ ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിനെ അറിയിക്കുന്നത് അതാണ്. ശ്വാസകോശത്തെ പ്രവർത്തിപ്പിക്കുന്നു, ഹാർട്ടിനെ മിടിപ്പിക്കുന്നു, മനസ്സിൽ മനോവൃത്തി ഉണ്ടാക്കുന്നു, ബുദ്ധിയിൽ ആലോചന തരുന്നു, ഉറക്കുന്നു, സ്വപ്നം കാട്ടിത്തരുന്നു, ഉണരുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് 24 മണിക്കൂറും നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു ഉൾ സാന്നിധ്യമാണത്. അതങ്ങനെ മനസ്സിലാക്കുന്നത് വഴിയാണ് നമുക്ക് സ്പർശമുണ്ടാവുക. അത് വേറെ ഞാൻ വേറെ എന്ന് പറയുന്നത് ശരിയല്ല. അതില്ലാതെ ലോകത്തിലൊന്നുമില്ല. അതാണ് സർവ്വതും. സമുദ്രമില്ലാതെ ഒരലയില്ല, സമുദ്രമില്ലാതെ ഒരു നുരയോ പതയോ ഇല്ല, ഒരു സുനാമിയും ഉണ്ടാവില്ല. സമുദ്രജലം തന്നെയാണ് എല്ലാറ്റിലും. അതേമാതിരി ഉള്ളുണർവായിരിക്കുന്ന നിങ്ങളാണ് ഉണർന്നത് വെളുപ്പാങ്കാലത്ത്. ആ ഉള്ളുണർവാണ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തുപോയി എല്ലാ വസ്തുക്കളെയും ഗ്രഹിക്കുന്നത്. ഗ്രഹണം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്കില്ല, വസ്തുക്കൾക്കുമില്ല. നമ്മുടെ ഉള്ളുണർവാണ് ഗ്രഹിക്കുന്നത്. ഗ്രഹിപ്പിക്കാനായി പുറത്ത് കാണുന്ന വസ്തുക്കളെ മുഴുവൻ പതിപ്പുകളാക്കി തീർത്തതും നമ്മുടെ ഉള്ളുണർവാണ്. ആ പതിപ്പുകളെയാണ് അത് കാണുന്നത്. വെള്ളം തന്നെയാണ് അലരചിക്കുന്നത്. മനോവൃത്തികൾ മുഴുവനും ഈ ഉള്ളുണർവാണ്. ആലോചനകൾ മുഴുവനും ഈ ഉള്ളുണർവാണ്. സംശയങ്ങളും ചോദ്യങ്ങളും അത് തന്നെ. ഈ ഉണർവിൽ നടക്കുന്ന നൂലാമാലുകളോ കോലാട്ടങ്ങളോ ആണോ ഇത് മുഴുവനും? അത് മനസ്സിലാക്കി ആത്മാവല്ലാതെ ഒന്നുമില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജിജ്ഞാസ സഫലമാകും. അതിനുവേണ്ടി എന്തു വേണം? ഈ സത്യത്തെ കൂടുതൽ അനുസന്ധാനം ചെയ്ത് മൈൻഡ് അവേഴ്സ് എന്ന് ഞാൻ പറയാറുണ്ട്. മനസ്സ് മണിക്കൂറുകൾ നിങ്ങൾ ഇതൊക്കെ വേണ്ടി ചെലവ് ചെയ്യണം. അപ്പോൾ ജനകനോട് അഷ്ടാവക്ര മഹർഷി പറയുന്നത് എന്താ? യതിദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യതിഷ്ഠസി. എൻ്റെ ജനക മഹാരാജാവേ, അങ്ങക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്താ അത്? നമുക്കൊരു ശരീരമുണ്ട്. ഈ ശരീരം അറിയപ്പെടുന്നതോ അതോ അറിയുന്നതോ? എന്താ മിണ്ടാത്തെ? ഈ ശരീരം എന്നെ അറിയുന്നുവോ ഞാൻ ശരീരത്തെ അറിയുന്നുവോ? അപ്പം ശരീരം അറിയപ്പെടുന്നതാണ്, ദൃശ്യമാണ്, ഓബ്ജക്റ്റാണ്. അതുമാതിരി മനസ്സും ഞാൻ അറിയുന്നു, മനോവൃത്തികളെയും ഞാൻ അറിയുന്നു. എല്ലാറ്റിനെയും അറിയുന്നതിൻ്റെ പേരിൽ ഞാൻ എന്തു വേണം? അറിയപ്പെടുന്ന വിഷയങ്ങളെ മുഴുവൻ മാറ്റി നിർത്തി അവയെല്ലാം അറിയുന്ന ഞാനാണ് എന്ന് പറഞ്ഞ് ആ ഞാനെ ഉണർവ് രൂപമായി, ജ്ഞാനരൂപമായി, ബോധാത്മകമായി കണ്ട് ബാക്കി തലച്ചോറടക്കം, ഹൃദയമടക്കം, ദേഹമടക്കം, ഇന്ദ്രിയങ്ങളടക്കം, ഈ പ്രപഞ്ചമടക്കം എല്ലാം തന്നെ ദൃശ്യമാണെന്ന് വേർതിരിച്ചു മനസ്സിലാക്കി ചിതി വിശ്രാമ്യതിഷ്ഠസി. അപ്പൊ ലോകത്തിൽ എന്തുണ്ട് ഇവിടെ? നിങ്ങളുടെ മനസ്സിലുള്ള മനോവൃത്തികളെല്ലാം അത് ദൃശ്യമാണ്, ബുദ്ധിവൃത്തികളുമല്ല. എല്ലാറ്റിനെയും തള്ളിക്കളഞ്ഞ് ഇതെല്ലാറ്റിനെയും ഉണർത്തിത്തരുന്ന അനുഭവിപ്പിക്കുന്ന അനുഭവിയാണ് നിങ്ങൾ, അനുഭവങ്ങളല്ല എന്ന് മനസ്സിലാക്കി ആ അനുഭവി ഒന്നു മാത്രം. സുഖം വരുമ്പോൾ സുഖത്തെ അനുഭവിക്കുന്നു, ദുഃഖം വരുമ്പോൾ ദുഃഖത്തെ അനുഭവിക്കുന്നു, സംശയം വരുമ്പോൾ അതിനെ അനുഭവിക്കുന്നു. ഉണരുമ്പോൾ വെളുപ്പാങ്കാലത്ത് ഉണർന്നാൽ ഉണർച്ചയെ അനുഭവിച്ചു, ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോൾ ഉറക്കത്തിനെ അറിഞ്ഞു. അങ്ങനെ എല്ലാറ്റിനെയും ഉണർത്തിയും അറിഞ്ഞും ഉണർന്നും തരുന്ന ആ ഏകസാക്ഷിയാണ് എന്ന് മനസ്സിലാക്കി അത് മറ്റൊരു പ്രകാരത്തിലാകാൻ പോകുന്നില്ല. വിഷയി സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കാലത്തും ഓബ്ജക്റ്റ് ആവില്ല. എന്നോട് നിങ്ങൾ പറയൂ, നിങ്ങൾ ദുഃഖിക്കുന്ന സമയത്ത് നിങ്ങൾ ദുഃഖമാണോ അതോ നിങ്ങളുടെ ദുഃഖം നിങ്ങൾ അറിയുന്നുണ്ടോ? എന്താ മിണ്ടാത്തെ? ദുഃഖിക്കുന്ന സമയത്ത് നിങ്ങൾ ദുഃഖമാണോ അതോ ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറയുന്ന ഞാനാണോ? അതേമാതിരി സുഖിക്കുന്ന സമയത്ത് നിങ്ങൾ സുഖമാണോ അതോ ഞാൻ സുഖിക്കുന്നു എന്ന് പറയുന്ന സുഖിയാണോ, ഞാനാണോ? ആ ഞാൻ എപ്പോഴെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വരണില്ലല്ലോ. ആ ഞാൻ തന്നെയായി അധുനൈവ സുഖീശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. ഇരുട്ടും പ്രകാശവും പോലെ വ്യത്യാസമാണ് വിഷയവും വിഷയിയും. ഇരുട്ടല്ലല്ലോ പ്രകാശമാണല്ലോ ഇരുട്ട് പോലും ഒരു നിലയ്ക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഈ ലോകം കാണപ്പെടുന്ന ദൃശ്യം മുഴുവനും ഇരുട്ടാണെങ്കിൽ നിങ്ങൾ വെളിച്ചമാണ്.
ബാക്കിയെല്ലാം ജഡങ്ങളാണ്, നിങ്ങളാണെങ്കിൽ ചേതനാമയമാണ്. ആ ചേതനയ്ക്ക് ജഡത്വം വരില്ല, ജഡത്വത്തിന് ചേതനയും ഉണ്ടാവില്ല. അത് രണ്ടും വിഭിന്നമാണ് എന്ന് മനസ്സിലാക്കി യത്കിഞ്ചിത് ജ്ഞായതേസ്മാഭിഹി തത്സർവം വിഷയം ഖലു യോഗി സർവം വിജാനാതി സോസ്ത്യേകോ വിഷയീ ഖലു. എല്ലാറ്റിനെയും അറിയുന്നുണ്ടല്ലോ, സർവ്വതും അറിയപ്പെടുകയാണ്. ആ അറിയപ്പെടുന്നതൊക്കെ വിഷയമാണ്. എല്ലാറ്റിനെയും അറിയുന്നവനാരാ? ആ ആളാണ് വിഷയി, അതാണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞ് ഉറച്ചിരിക്കണം. അങ്ങനെ ഉറച്ചിരുന്നാലോ സുഖീ ഭവ അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. ഈ നിമിഷം തന്നെ എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും പോകും. അതുകൊണ്ട് മുക്തിയുടെയും ആവശ്യം വരില്ല. ബന്ധമുക്തികൾ എന്ന് പറയുന്നത് ദ്വന്ദ്വങ്ങളാണ്. അതെല്ലാം വിട്ട് തനിയെ ഒന്നാന്തരം ഒരേപോലെ ഇരിക്കാം. ഇതിങ്ങനെ അഷ്ടാവക്രൻ പറയണു എന്നുള്ളത് ശരി. ആ അഷ്ടാവക്രൻ പറയുന്നത് മാത്രമാണോ? നമ്മുടെ ശാസ്ത്രങ്ങളിൽ എല്ലാറ്റിലും ഇത് കാണാം. ശങ്കരാചാര്യൻ രചിച്ച ദക്ഷിണാമൂർത്തി ക്ഷേത്രമുണ്ട്, കേൾക്കണോ നിങ്ങൾക്ക്? എന്താ മിണ്ടാതെ? പേരെന്താ? സ്തോത്രം. ആർക്കാ? ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രകാശകനാണ്. കയ്യിൽ ഗ്രന്ഥക്കെട്ടുണ്ട്, എഴുത്താണിയുണ്ട്. ഇതിന് അർത്ഥം എന്താ? അവനവൻ്റെ മനസ്സിൽ അറിവ് നിറയുമ്പോൾ അത് പ്രകടമാകുമ്പോഴാണ് എഴുതാനും പറയാനും സംസാരിക്കാനും തുടങ്ങുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സംസാരിക്കാനുള്ള വാക്കുകളൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് വരണത് എന്നോട് ചോദിച്ചിട്ടല്ല. അപ്പം എൻ്റെ ഉള്ളിൽ അറിവുണ്ടെങ്കിലേ അത് പുറത്തേക്ക് പ്രകടമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് പുസ്തകം എഴുതുന്നതും മേടയിൽ കയറിയോ മറ്റു പ്രകാരത്തിലോ ഉപദേശങ്ങളോ തത്വമൂല്യ സിദ്ധാന്തങ്ങളോ അവതരിപ്പിക്കുന്നതും. ദക്ഷിണാമൂർത്തി ആ അറിവിൻ്റെ പരമകാഷ്ഠ. അദ്ദേഹം ഒരു രൂപമാണ്, ഒരു പ്രതീകമാണത്. ബാല്യാദിഷ്വഭിജാഗ്രതാദിഷു തഥാ സർവാസ്വഭസ്ഥാസ്വഭി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃ ശ്രീ ദക്ഷിണാമൂർത്തയേ. പേര് സ്തോത്രം. സ്തുതിക്കുന്നത് ദക്ഷിണാമൂർത്തിയെ, ജ്ഞാനമൂർത്തിയെ. അതിൽ അദ്ദേഹം ഓതുന്നത് എന്താണെന്ന് നോക്കൂ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്തോത്രങ്ങളെല്ലാം സ്തുതി നിർഭരമായിക്കൊള്ളണം. കൃഷ്ണൻ്റെ മയിൽപീലി, മൂക്ക്, ഓടക്കുഴൽ, കാല്, അരഞ്ഞാണ്, ഇങ്ങനെയുള്ളൊരു സ്തോത്രങ്ങളുണ്ട് ചിലത്. ആ കൃഷ്ണനെ ഒരു ജ്ഞാനോപദേഷ്ടാവായി ചിത്രീകരിക്കുന്ന സ്തോത്രങ്ങളും ഉണ്ടാവും. നിങ്ങൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ആദ്യകാലം സ്തുതികളായിക്കോട്ടെ, പ്രായമൂപ്പ് വരുന്നതോടുകൂടി നമ്മുടെ സ്തുതികളും ഗീതങ്ങളും ഒക്കെ ജ്ഞാനോപദേഷ്ടാക്കായി മാറണം. ബാല്യാദിഷ്വഭിജാഗ്രതാദിഷു തഥാ. നമ്മുടെ ശരീരം വ്യക്തിത്വത്തിൽ പുറമേയുള്ളതാണ്, സ്ഥൂലമാണ്. ആ സ്ഥൂലമായ ശരീരമാണ് ആ മാതൃഗർഭത്തിൽ നിന്ന് പുറത്തു വരണത്. ആദ്യം അതിന് ബാല്യം എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ശൈശവം എന്ന് പറയുന്ന അവസ്ഥ. ആ ശൈശവത്തിൽ നിന്ന് ബാല്യം, ബാല്യത്തിൽ നിന്ന് അഡോളസൻസ്, അത് കഴിഞ്ഞാൽ യൗവനം, യൗവനം കഴിഞ്ഞാൽ വാർദ്ധക്യം. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ശരീരത്തിൻ്റെ അവസ്ഥകൾ, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ വ്യക്തിത്വം. ബാല്യാദിഷ്വഭി. ഇനി ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സിലോ അതിലും അവസ്ഥാഭേദങ്ങളുണ്ട്. എന്തൊക്കെയാ? എഴുന്നേൽക്കുമ്പോൾ ജാഗ്രത 16-17 മണിക്കൂർ നേരം. അത് കഴിഞ്ഞാൽ ഉറക്കം. ഉറക്കത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകാവുന്നതാണ് സ്വപ്നം. ബാല്യാദിഷ്വഭിജാഗ്രതാദിഷു തഥാ സർവാസ്വവസ്ഥാസ്വഭി. അപ്പം ദേഹത്തിൻ്റെ അവസ്ഥകൾ, മനസ്സിൻ്റെ അവസ്ഥകൾ ഇത് രണ്ടുമായി. വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്തസ്ഫുരന്തം സദാ. വ്യാവൃത്താസു അനുവർത്തമാനം അഹമിത്യന്തസ്ഫുരന്തം സദാ. നമ്മൾ വ്യവഹരിക്കുന്ന സമയത്ത് ആ വ്യവഹാരത്തിൻ്റെ ഭാഗമായി നമുക്ക് പലതും ഉണ്ടാവും. ആ എല്ലാറ്റിനെയും ക്രോഡീകരിച്ച് ടെലിസ്കോപ്പ് ചെയ്ത് പറയുന്നതാണ് സുഖം ദുഃഖം, ആനുകൂല്യം പ്രാതികൂല്യം, ഇഷ്ടം അനിഷ്ടം, ആകർഷകം അനാകർഷകം എന്ന് പറയുന്നത് എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മാനസഫലങ്ങളെയും അനുഭവങ്ങളെയുമാണ്. വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്തസ്ഫുരന്തം സദാ. ശൈശവം ബാല്യം മുതലായിട്ടുള്ള അവസ്ഥകൾ ദേഹത്തിൽ വന്നു പോണു. ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥകൾ മനസ്സിൽ വന്നു പോണു.
അതിൽ തന്നെ ബുദ്ധിയുടെ ഉള്ളിലും മനസ്സിൻ്റെ ഉള്ളിലും സുഖദുഃഖാദികൾ, കാമക്രോധ ലോഭമോഹ മതമാശ്ചര്യാദികൾ, സംശയം, ചോദ്യം, ഉത്തരം, ഇങ്ങനെ പലതും അവിടെയും വന്നു പോണു. ഇങ്ങനെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലുമുള്ള വൃത്തികൾ പലതുമായി വന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വ്യാവൃത്താസു അനുവർത്തമാനം അഹമിത്യന്തസ്ഫുരന്തം സദാ, അതിൻ്റെ ഉള്ളിൽ എല്ലാറ്റിനും ഉള്ളിലായി അഹമിതി ഞാൻ എന്നിങ്ങനെ അന്തസ്ഫുരന്തം സദാ, ആ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും. ആ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്വാത്മാനം, അതാണ് ആത്മാ. ഞാൻ എന്ന ശബ്ദം കൊണ്ട് നാം സൂചിപ്പിക്കുന്നത് ഈ ദേഹത്തെയല്ല, മനസ്സിൽ വരുന്ന ജാഗ്രതാദി അവസ്ഥകളെയല്ല, ബുദ്ധിയിൽ ഉദിക്കുന്ന ഗുണദോഷാദി വൃത്തികളോ പരിഗണനകളോ അല്ല. ഇതൊന്നുമല്ലാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാൻ ഞാൻ എന്നുള്ള ഒരു നില കൈക്കൊണ്ട് മാത്രം സദാ സ്ഫുരിക്കുന്നതെന്തോ അതാണ് ആത്മാ. ആ ആത്മാവിനെ ചൂണ്ടിക്കാണിച്ചു തരണു ദക്ഷിണാമൂർത്തി ചിൻ മുദ്രയോടുകൂടി. നമ്മുടെ പുറത്തേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ഇന്ദ്രിയങ്ങൾ, ആ പുറത്തേക്കുള്ള പോക്ക് നിർത്തി കണ്ണടച്ച് എവിടുന്നാണോ എല്ലാ വിധത്തിലുള്ള ഉണർവും ആവേശവും ഉത്സാഹവും പ്രചോദനവും പുറപ്പെടുന്നത്, ആ പുറപ്പെടുന്ന സ്ഥലത്തിലേക്ക് മടക്കി ഒരു പുഴ തിരികെ ഒഴുകിയാൽ തിരിച്ചൊഴുകിയാൽ എങ്ങനെയോ അതുപോലെ ആക്കി തീർത്ത് ആ ചിന്മുദ്രയിലൂടെ ഭജതാം യോ മുദ്രയാ ഭദ്രയാ, ദക്ഷിണാമൂർത്തിയെ ഭജിക്കുന്നവർക്ക് ആരാണോ പ്രകടമാക്കി കൊടുക്കുന്നത്, തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ, ആ ദക്ഷിണാമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു. എന്തിനാ ഞാനിതിവിടെ പറഞ്ഞത്? നമുക്ക് പല വിധത്തിലുള്ള സ്തോത്രങ്ങളുണ്ട്. ആ സ്തോത്രങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണം, അതിൽ തന്നെ ഏത് ശ്ലോകങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴേ നന്നാവുള്ളൂ. ഇപ്പം അഷ്ടാവക്രൻ ജനക മഹാരാജാവിന് ഉപദേശിക്കുകയാണ്. വിദ്വത് സദസ്സിൻ്റെ മുൻപിൽ വെച്ച് രാജധാനിയിൽ ഉപദേശിക്കുകയാണ്. അവിടെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. തൻ്റെ പരിമിതത്വം, തൻ്റെ സദസ്സിൻ്റെ അപാകം വെളിപ്പെട്ടപ്പോൾ തനിക്ക് പ്രബോധം വേണം, ഉദ്ബോധനം ഉണ്ടാവണം എന്ന് വിചാരിച്ച് സമാധാന രൂപത്തിൽ ചോദിച്ചതാണ് അവിടെ. അർജുനനെ ഉപദേശിച്ചതോ പടക്കളത്തിൽ വെച്ച്. 45 ലക്ഷം പടയാളികളുണ്ട്, ശരവിസർജനമേ ബാക്കി നിൽക്കുന്നുള്ളൂ, അക്ഷമരായി നിൽക്കുന്നവരുടെ മധ്യത്തിൽ വെച്ച് യുദ്ധം ചെയ്യിക്കാൻ ഉപദേശിച്ചതാണ്. രുക്മിണിയെ കൃഷ്ണൻ കല്യാണം കഴിച്ചു കൊണ്ടുപോയി പാണിഗ്രഹണം കഴിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് രുക്മിണിയുടെ സഹോദരൻ വന്ന് തടുത്തു. അങ്ങനെ കൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള യുദ്ധം നടന്ന് കടന്ന് പിടിച്ച് വാളുകൊണ്ട് കൊല്ലാൻ അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ, കഴുത്ത് വെട്ടാൻ പുറപ്പെട്ടപ്പോൾ രുക്മിണി കാക്കല് വീണ് അയ്യോ അയ്യോ ഇത് ചെയ്യരുതേ എന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുക, നിനക്ക് വൈധവ്യമേൽപ്പിക്കാൻ വന്ന ആളെപ്പോലും വിടണം എന്നാണോ പറയണത് എന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ യുദ്ധം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? കൃഷ്ണൻ മരിക്കും. അപ്പോൾ രുക്മിണി വൈധവ്യം വരും രുക്മിണിക്ക്. അപ്പോൾ തനിക്ക് വൈധവ്യമേൽപ്പിക്കാൻ വന്ന ആളെ ശത്രുവായിട്ട് കാണാതെ ആ സഹോദരബോധത്തിൻ്റെ ഉള്ളിൽപ്പെട്ട് നീ ഇങ്ങനെ പറയണമല്ലോ എന്ന് പറഞ്ഞ് താടിയും തലയും മുറിച്ച് വൈരൂപ്യമേൽപ്പിച്ച് പറഞ്ഞയച്ചു. ഉടനെ ബലഭദ്രൻ അത് കണ്ടുകൊണ്ട് വന്ന് പറയുകയാണ്, കൃഷ്ണ നീ ചെയ്തത് കുറച്ച് കടന്നുപോയി, കുറച്ച് സാഹസമായി. എന്നിട്ട് രുക്മിണിയെ നോക്കി പറയുകയാണ്, സ്വപരാഭിനിവേശേന, രുക്മിണി ഈ വന്നത് സഹോദരനല്ല വേറെ ഒരാളാണ് ആയിരുന്നുവെങ്കിൽ ഈ കുഴപ്പമുണ്ടാവുമോ നിനക്ക്? ഇല്ല. അപ്പം നമ്മുടെ മനസ്സിലാണ് വിഷമം എന്ന് പറഞ്ഞ് അവിടെ ചെയ്തത് ആത്മോപദേശമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പം 3 ആയി. ഒന്ന് അഷ്ടാവക്രൻ ഉപദേശിക്കുന്നു രാജധാനിയിൽ വെച്ച്, മറ്റത് പടക്കളത്തിൽ വെച്ച് കൃഷ്ണൻ ഉപദേശിക്കുന്നു. വിവാഹാവസരത്തിൽ അവിടെ വിവാഹ ജീവിതം തുടങ്ങാൻ പോവാണ്. രുക്മിണിയുടെ അഭിലാഷപ്രകാരം കൃഷ്ണൻ പാണിഗ്രഹണം നടത്തി കൊണ്ടങ്ങൾ രഥത്തിൽ കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉപദേശിച്ചു. ഇനിയോ പരീക്ഷിത്തോ, അതും മഹാരാജാവാണ്. ആ മഹാരാജാവ് എന്ത് ചെയ്തു? തക്ഷകൻ വന്ന് കടിക്കും എന്ന് വിചാരിച്ച് ആഹാരവും വെള്ളവുമെല്ലാം ഉപദേശിച്ച് പ്രായോപവേശം അനുഷ്ഠിക്കുന്ന സമയത്ത് ശുഗമഹർഷി 16 വയസ്സുള്ള അവധൂത കേസരി പരമഹംസൻ സ്ക്വയറായിട്ടുള്ള ആൾ വന്ന് ഉപദേശം കൊടുത്തു. ആ ഉപദേശം കൊടുത്തത് എന്തിനാ? മരണഭയം മനസ്സിൽ നിന്ന് പോയി തക്ഷകൻ കടിക്കുന്നതിന് മുൻപ് താൻ മുക്തനും സിദ്ധനുമായി തീരണം.
ആ ഉപദേശം 7 ദിവസം കഴിഞ്ഞപ്പോഴോ സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന ഷാവിദോ യച്ഛമേ സാക്ഷാത് അനാദിനിധനോ ഹരിഃ ഭഗവാൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവിടെ പരീക്ഷിത്ത് മഹാരാജാവ് പറയാണ്, സിദ്ധോസ്മി അനുഗൃഹീതോസ്മി. 6 ദിവസം കേട്ടു. 7-ാം ദിവസം തക്ഷകൻ വരുന്നതിന് മുൻപ് പറയാണ്, ശുഗമഹർഷേ, ഉപദേശമെല്ലാം കേട്ട് സംശയങ്ങളെല്ലാം തീർത്ത് ആശയത്തെളിച്ചം വന്ന് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഉണർവ് വ്യക്തമായി മനസ്സിലായി. ഞാൻ സാക്ഷിയാണ്. ഈ ലോകം മുഴുവനും എൻ്റെ ശരീരമടക്കം ദൃശ്യമാണ് എനിക്ക് കാണാനുള്ളത്. കാണപ്പെടുന്ന ഇതല്ല ഞാൻ, കാണുന്ന ഉള്ളുണർവാണ്, ശുദ്ധബോധമാണ്, ശുദ്ധ ചൈതന്യമാണ്, പ്രജ്ഞയാണ് ഞാൻ, അസംപ്രജ്ഞാത പ്രജ്ഞയാണ് എന്ന് മനസ്സിലായി. ഭവതാ കരുണാത്മന, കരുണാത്മാവായ അങ്ങയുടെ കാരുണ്യത്താൽ ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നമിഭേമ്യഹം. അല്ലേ ഭഗവൻ, തക്ഷകന്മാർ എത്ര വേണമെങ്കിൽ വരട്ടെ, കടിച്ച് ഞാൻ മരിക്കുമെന്നുള്ളൊരു തോന്നലില്ല. തക്ഷകനെയും ഞാൻ പേടിക്കുന്നില്ല. എന്താ കാരണം? പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. സർവാഭയമായിരിക്കുന്ന നില, സർവാഭയമായിരിക്കുന്ന ആശ്രയം, എനിക്ക് ഒന്നിനെയും ഈ ലോകത്തിൽ പുറത്ത് ആശ്രയിക്കാനില്ല. ഞാൻ സ്വയം ദൃക്കാണ്, സാക്ഷിയാണ്, അന്തരാത്മാവാണ്, ഉണർവാണ്. ഈ ലോകം മുഴുവനും ജഡമാണ്, ജഡമാണ്, ജഡമാണ്. തക്ഷകൻ വന്ന് എന്ത് ചെയ്യും? കൊത്തും. കൊത്തണത് എന്താ? ദ്രവ്യാത്മകമായ ഒരു സ്പർശനമാണ്. അതിന് വിഷം കയറ്റണത് വിഷവും ദ്രവ്യമാണ്. ഇതെല്ലാം ദൃശ്യമാണ്. ഞാനാകട്ടെ ദ്രഷ്ടാവ്. ആ ദ്രഷ്ടാവിനെ കൊത്താനോ അതിൽ വിഷം കയറ്റാനോ ഈ തക്ഷകന് പറ്റില്ല. ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഞാനിതാ ബ്രഹ്മനിർവാണം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് പുറം ലോകങ്ങളെ നമ്മൾക്ക് കാണിച്ചു തരുന്ന ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളെ പുറം ലോകത്തിൽ നിന്ന് പിൻവലിച്ചു. മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വേറെടുത്തി, ബുദ്ധിയെ മനസ്സിൽ നിന്ന് വേറെടുത്തി. എന്നിട്ട് അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ അമർന്നിരുന്ന് അമരത്വം കൂകി പരീക്ഷിത്ത് മഹാരാജാവ്. തക്ഷകൻ വന്നു എന്നും കടിച്ചു എന്നും കടിത്തയിൽ നിന്ന് അഗ്നി ഉണർന്നു, അതിൽ ഉയർന്നു, അതിലെ ശരീരം ജ്വലിച്ച് വെണ്ണീറായി എന്നും ബാക്കിയുള്ളവരാണ് പറയണത്, പരീക്ഷിത്തല്ല. ഈ 4 സന്ദർഭങ്ങളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ? ഈ പറയുന്ന ആത്മതത്വം എല്ലാ മണ്ഡലത്തിലും നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് ഭക്തന്മാർക്ക് മാത്രമുള്ളതാണ്. പരമഭുക്തന്മാർക്കും വേണം ഇത്. യോഗികൾക്ക് മാത്രമല്ല, ഭോഗികൾക്കും വേണം. മിണ്ടാതെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, മിണ്ടി മറിഞ്ഞ് ലോകത്തിൽ ജോലി ചെയ്യുന്നവർക്കും ആവശ്യമാണ്. എല്ലാവർക്കും ഇത് പൂരകമാണ്. എല്ലാവരെയും ഇത് ഉന്നതമാക്കും, ഉത്തുംഗമാക്കും. നമ്മുടെ ഉൾമഹിമയിൽ, വ്യക്തിത്വത്തിൽ, നിറവിൽ, പൂർണ്ണതയിൽ, തിറവിൽ മുക്കി ആഹ്ലാദിപ്പിച്ച് ഊളയിടിയിപ്പിക്കുന്നത്. ഈ ജനക മഹാരാജാവിനെ പറ്റി യോഗവാസിഷ്ടത്തിൽ ഒരു പരാമർശമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞത് വിവരിക്കട്ടെ. നോക്കൂ, ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നു പ്രശാന്തമായ അന്തരീക്ഷത്തിൽ. അതേപോലെ പ്രശാന്തരായി വന്നിരിക്കുന്നവരോട് ശാന്തഗംഭീരമായി സംസാരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾക്ക് ഇവിടെ നടക്കുന്നത് എന്താ? ഒരു തരം വേറെയാണ്. അതുകൊണ്ട് സംസാരിക്കാതെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. എൻ്റെ ചെവി ആ ശബ്ദം കേൾക്കുന്നില്ലേ? ഉവ്. എന്നാൽ നാവിന് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. സംഘർഷപൂരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ പോലും ഈ പരമാത്മ വിവരണം, പരമാത്മ പ്രതിപാദനം ചെയ്യാൻ ആവശ്യമാണ്, സാധിക്കും. ജനക മഹാരാജാവ് അനുയായികളോടുകൂടി ഒരു ദിവസം നായാട്ടിന് വേണ്ടി പോയി. അങ്ങനെ നായാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജനകൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ആകർഷിച്ചു എന്തോ ഒന്ന്. അദ്ദേഹം അത് എന്താണെന്നിങ്ങനെ കേട്ട് ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം പതുക്കെ നീങ്ങി ധാരാളം മരങ്ങളും വള്ളികളും തിങ്ങിക്കൂടുന്ന ഒരു പ്രദേശത്തിലേക്ക് അങ്ങോട്ട് നീങ്ങി. അവിടെ നീങ്ങിയിട്ട് ഇങ്ങനെ കണ്ണടച്ച് നോക്കുക. അപ്പോഴാണ് കുറേ സിദ്ധന്മാർ പോണു.
ആ സിദ്ധന്മാർ പോകുമ്പോൾ അവർ ഒറ്റയ്ക്കും കൂട്ടായും പാടുന്നുണ്ടത്തെ ഒരു പാട്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഓ, ഒരു പാട്ട് പാടുന്നു അവര്. ആ പാട്ടിനെയാണ് സിദ്ധഗീത എന്ന് പറയുന്നത്. ആ പാട്ടിൽ എന്താ അവർ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് പല പാട്ടുകളുമുണ്ട്. കുട്ടികളെ ഉറക്കാനും നമുക്ക് പാട്ട് പാടാം. ആ പാട്ടുപാടിലും പാട്ടിലുമുണ്ട് പരമജ്ഞാനം. തമിഴിലൊരു കുട്ടികളെ ആട്ടാനായിട്ടൊരു ചൊല്ലുണ്ട്. ആരാരോ ആരീരാരോ ആരടിച്ച കണ്ണീരോ ആറായി പെരുகிறது. ആ പാട്ടിൻ്റെ അർത്ഥം എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. നന്ദവനത്തിലൊരാണ്ടി അവൻ 4 മാதமாய் കുയവனை വേണ്ടി കൊണ്ടുവന്നാനൊരു തോണ്ടി அதை கூத்தாடி கூத்தாடி போட்டுடை தாண்டி തനതന്തിനായി തന്തിനാനാ. എന്തൊരർത്ഥം? 10 മാസം കഷ്ടപ്പെട്ടൊരു തോണ്ടി കിട്ടിയത്ര, അതാണ് ശരീരം. അത് ലോകത്തിൽ ജീവിക്കാൻ അറിയാതെ കൂത്താടി കൂത്താടി പോട്ടുടൈ താണ്ടി അവസാനം ടൂന്ന് പോയി എല്ലാവരും ശ്മശാനത്തിലേക്ക് പോണു. നമ്മുടെ സംസ്കാരം വളരെ വിശേഷപ്പെട്ടതാണ് കൂട്ടരെ. എത്രയോ നല്ല നല്ല പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ നമുക്കറിയണം. ഒന്നായിരുന്ന പൊരുൾ രണ്ടായി, ഇങ്ങനെ ഒരു പാട്ടില്ലേ നമുക്ക്? ഇതെന്തിനാ അവിടെ ഷെൽഫിൽ വെക്കാന്? അച്ചടിക്കാർക്ക് മാത്രമുള്ളതാണോ? അപ്പൊ ഈ പാട്ടൊന്ന് കേൾക്കൂ. ദൃഷ്ടദൃശ്യ സമായോഗാത് പ്രത്യയാനന്ദ നിശ്ചയ യസ്തം സ്വമാത്മതത്വോക്തം നിസ്പന്ദം സമുപാസ്മഹേ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോപ്പാ? ദൃശ്യ സമായോഗാത് പ്രത്യയാനന്ദ നിശ്ചയ. നിങ്ങൾക്ക് എപ്പോഴെല്ലാം ആനന്ദമോ സുഖമോ സന്തോഷമോ തൃപ്തിയോ അനുഭവപ്പെടുന്നുണ്ടോ, ഈ ലോകത്തിൽ ജീവിച്ച് ജാഗ്രത അവസ്ഥയിൽ ഉണർന്ന് വ്യവഹാരങ്ങളോട് കൂടിയിരിക്കുമ്പോൾ, നിങ്ങൾ വീട്ടിൽ താമസിക്കുമ്പോൾ വീട്ടംഗങ്ങളുണ്ട്, പ്രിയപ്പെട്ട മാരീഡ് പാർട്ട്ണറുണ്ട്, ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. ചെറുപ്പങ്ങളാണെങ്കിൽ അവരോട് കൊഞ്ചിക്കൊഴഞ്ഞങ്ങനെ കഴിഞ്ഞുകൂടുന്നു. മുതിർന്നു കഴിഞ്ഞാൽ സല്ലപിച്ച് കഴിഞ്ഞുകൂടുന്നു. സംവാദങ്ങളായി ഒന്നിച്ച് സിനിമ കാണാൻ പോണു, സ്ഥലദർശനത്തിന് പോണു, മാർക്കറ്റിലേക്ക് പോണു. ഇങ്ങനെ പലതരത്തിൽ, ഓഫീസിലാണെങ്കിൽ ഓഫീസ് പ്രവൃത്തികൾ, ഇങ്ങനെ പല വ്യവഹാരങ്ങളും നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ പല സന്ദർഭത്തിലും നിങ്ങൾക്ക് സന്തോഷം, സമാധാനം, സൗഖ്യം, ആഹ്ലാദം അതും ഉണ്ടാവുന്നുണ്ട്. ഇതുവരെ പറഞ്ഞതൊക്കെ ശരി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നതാണ് വിജ്ഞാപകം. ഈ ആനന്ദം നിങ്ങൾ അനുഭവിക്കുന്നത് എവിടെ, എങ്ങനെ? ഈ ആനന്ദം അനുഭവിക്കുന്നത് എവിടെ, എങ്ങനെ? ഇഷ്ടപ്പെട്ട ഒരു കുട്ടി, അതിനെ ഒക്കത്ത് വെച്ചു, അതിനെ ഞാൻ താലോലിച്ചു, ഉമ്മ വെച്ചു. ആ സമയത്ത് എനിക്ക് അനുഭവം ഉണ്ടാകുന്നു, ആനന്ദം. ആ ആനന്ദം എവിടെയാണ്? ദൃശ്യസമായോഗാത്. ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് താലോലിക്കുന്ന കുട്ടി അപ്പുറത്തുണ്ട്. ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് താലോലിക്കുന്ന ഞാനും ഉണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരം സ്പർശിക്കുന്നു എന്നുണ്ടെങ്കിലും അനുഭവം എവിടെയാ? ആനന്ദാഹ്ലാദം. എന്താരും അല്ലാതെ ആനന്ദം കയ്യിലാണോ? എവിടെയാണോ ആ ആലിംഗനം ചെയ്യുന്നവനും ആലിംഗനം ചെയ്യപ്പെടുന്നതും രണ്ടും കൂടിയിട്ടൊരു സമായോഗം നടക്കുന്നുണ്ട്. അത് ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്ഥലത്തിലല്ലേ, ചേതനാകോശത്തിലല്ലേ? എന്താ മനസ്സിലാവുന്നുണ്ടോ? പോവോ നിങ്ങൾക്ക്? ഒന്ന് ചിന്തിക്കുവപ്പാ. അനുഭവം എന്ന് പറയുന്നത് ആന്തരമാണ്, അത് ഉള്ളിലാണ്. ഈ ശരീരത്തിനെ അനുഭവിപ്പിക്കാൻ സാധിക്കില്ല. ഇത് ജഡമാണ്. ഈ ജഡശരീരത്തെ അനുഭവിക്കുന്ന ഉണർവ് ശരീരത്തോടുകൂടി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരീരാംഗമല്ലാതെ. അപ്പൊ എവിടെയാണ് ഒരു കുട്ടി എന്നുള്ള പ്രതീതി, ഒരു പ്രത്യയം ജനിക്കുന്നത്? കണ്ണിലോ അതോ മനസ്സിലോ? മനസ്സ് ശരീരത്തിന്റെ ഉള്ളിലല്ലേ? അവിടെ ദ്രഷ്ടാവും ദൃശ്യവും തമ്മിൽ ഒരു സമായോഗം നടക്കുകയാണ്. ഞാൻ നിങ്ങളെയൊക്കെ കാണുന്ന പതിപ്പുകൾ എൻ്റെ മനസ്സിൽ ഉണ്ടാവണു. ആ പതിപ്പുകളുമായിട്ടാണ് എൻ്റെ മനസ്സ് സംയോഗം നടത്തുന്നത്, കൂടിച്ചേരണത്.
നിങ്ങളും ഞാനുമായി ശാരീരികമായ ഒരു കൂടിച്ചേരലില്ല. ഉണ്ടോ? എന്താ ഒരു മിണ്ടാതെ? നിങ്ങൾ അവിടെ ഇരിക്കണു, ഞാൻ ഇവിടെ ഇരിക്കണു. പക്ഷെ ഇത്രയധികം ജനങ്ങൾ എൻ്റെ മുൻപിൽ പ്രേക്ഷകരായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഭൂമാനന്ദ സ്വാമിജിക്ക് സന്തോഷം, തിമിർപ്പ്. ഈ തിമിർപ്പ് എവിടെ ഉണ്ടാവണു? എൻ്റെ ഉള്ളില്. എങ്ങനെ ഉണ്ടാവണു? ഇക്കണ്ട ആൾക്കാരുടെ പതിപ്പ് എൻ്റെ മനസ്സ് രചിച്ച് ആ പതിപ്പോടുകൂടി എൻ്റെ ഉള്ളുണർവ് സംയോഗം കൂടിച്ചേരുമ്പോഴാണ് പ്രത്യയാനന്ദ നിശ്ചയ. പ്രത്യയം എന്നുള്ള വാക്കിനർത്ഥം തോട്ട്, ഫീലിംഗ്, ഐഡിയ എന്നൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യയം എൻ്റെ മനസ്തനത്തിൽ അങ്കുരിച്ച് ആ പ്രത്യയത്തിലൂടെയാണ് എനിക്ക് സന്തോഷം അനുഭവപ്പെടുന്നത്. പ്രത്യയാനന്ദ നിശ്ചയ. അപ്പൊ എൻ്റെ സന്തോഷത്തിന് കുട്ടിയെ താലോലിക്കുകയാണെങ്കിലും എൻ്റെ സന്തോഷം വരുന്നത് എൻ്റെ ഉള്ളിൽ നിന്നോ അതോ കുട്ടിയുടെ ശരീരത്തിൽ നിന്നോ? ഒന്ന് പറയണപ്പ. എൻ്റെ ഉള്ളിൽ നിന്നോ എനിക്ക് സന്തോഷം? എൻ്റെ ഉള്ളിൽ രചിക്കുന്നതോ അതോ കുട്ടി രചിക്കുന്നതോ? ചിലപ്പോ കുട്ടി അത് അറിയുന്ന പോലും ഉണ്ടാവില്ല. എനിക്ക് കിട്ടുന്ന സുഖം എൻ്റെ കുട്ടി എവിടെ അറിയാനാ? അറിയില്ല. എനിക്കാണ് പരമസന്തോഷം. കുട്ടിക്ക് ഒരു പക്ഷേ ഇഷ്ടക്കേടാ, ഞാൻ ചോദിച്ച കളിക്കോപ്പ് തന്നില്ല എന്ന്. ദൃഷ്ടദൃശ്യ സമായോഗ പ്രത്യയാനന്ദ നിശ്ചയ യസ്തം സ്വമാത്മതത്വോത്ഥം. ആ സന്തോഷം ജനിപ്പിക്കുന്ന ഞാൻ എന്ന് പറയുന്ന സ്രോതസ്സുണ്ടല്ലോ, ഉദ്ഭവസ്ഥാനം, എല്ലാറ്റിനും ഉറവിടമായിട്ടുള്ളത്, ഉത്പത്തി കേന്ദ്രമായിട്ടുള്ളത്, ആ സാധനമുണ്ടല്ലോ, യസ്തം സ്വം ആത്മതത്വോത്ഥം നിഷ്പന്ദം സമുപാസ്മഹേ. ഉപാസന പലതരത്തിലാണ്. ഭഗവാനെ സ്തുതിക്കുന്നത് പലതരത്തിലാണ്. ഇവർ സ്തുതിക്കുന്നത് എന്താ? ആ സിദ്ധന്മാരുടെ നിലയ്ക്കും വിലയ്ക്കും ലക്ഷ്യത്തിനും അവരുടെ കാഴ്ചയ്ക്കും വീക്ഷണത്തിനും അനുസൃതമായ രീതിയിലാണ്. അപ്പൊ അവരും പറയുക, ഞങ്ങൾ ഉപാസിക്കുന്നു ആരെ? യസ്തം സ്വമാത്മതത്വോത്ഥം. തൻ്റെ ഉള്ളിൽ നിന്ന് നിർഗളിക്കുന്നത്, അങ്കുരിക്കുന്നത്, പുറപ്പെടുന്നത്, അവിടെ തന്നെ പ്രകാശിക്കുന്നത്, പരിലസിക്കുന്നതായ ആ ആത്മതത്വത്തെ ദ്രഷ്ടാവായി, ദൃശ്യമായി, ദൃഷ്ടദൃശ്യ സമായോഗമായി ഉള്ളിൽ ഒരു പ്രത്യേക രൂപത്തിൽ ആനന്ദം ജനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉള്ളുണർവുണ്ടല്ലോ, ഉൾബോധമുണ്ടല്ലോ, ശുദ്ധബോധമുണ്ടല്ലോ, ദ ഇന്നർ കോൺഷ്യസ്നെസ്, സോ ടു സേ, വി ആർ വർഷിപ്പിംഗ് ആൻഡ് അഡോറിംഗ് ദാറ്റ്. അതിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. മനസ്സിലായോ? പോട്ടെ ഞാൻ അടുത്ത ശ്ലോകത്തിലേക്ക്. അതുകൊണ്ട് എന്തു വേണം? ഞാൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ അനവധിയായി തോന്നിയാലും അനുഭവി ഞാനാണ്. എൻ്റെ അനുഭവം അനുഭവി തലത്തിലാണ്, അനുഭവിക്കപ്പെടുന്ന വസ്തുക്കളുടെ തലത്തിലല്ല. സർവ അനുഭവവും ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കി ദൃഷ്ടദർശന ദൃശ്യാനി ത്യക്വാ വാസനയാ സഹ ദർശന പ്രഥമാഭാസം നിഷ്പന്ദം ദർശന പ്രഥമാഭാസം നിഷ്പന്ദം സമുപാസ്മഹേ. ഇതുവരെ നിങ്ങൾ സമ്മതിച്ചു, ഇനിയുള്ളതാണ് നിങ്ങൾ സമ്മതിക്കാത്തത്. എന്താണത്? ദൃഷ്ടദർശന ദൃശ്യാനി ത്യക്വാ വാസനയാ സഹ. ഈ ദ്രഷ്ടാവ് എന്ന് പറയുന്നത് എവിടെയാ? എൻ്റെ ഉള്ളില്. ആ ദ്രഷ്ടാവ് കണ്ടിട്ട് ദൃശ്യങ്ങളുടെ പതിപ്പുണ്ടാക്കുന്നത് എവിടെയാ? എൻ്റെ ഉള്ളില്. ആ പതിപ്പുകളെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ദ്രഷ്ടാ, ദൃശ്യം, ദർശനം എന്ന് പറയുന്ന മൂന്നും എവിടെയാ? പുറത്തോ ഉള്ളിലോ? പുറത്തോ ഉള്ളിലോ? പുറത്തോ ഉള്ളിലോ? കണ്ണടച്ചിരുന്നു, കണ്ടില്ല. കാണണമെന്ന് തോന്നി, കണ്ണു തുറന്നു. അപ്പൊ ഞാൻ കാഴ്ചക്കാരനായി. ആ കാഴ്ചക്കാരൻ, വീക്ഷകൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ഒരു മുളയാണ്, ഒരു അങ്കുരമാണത്. അങ്ങനെ ദ്രഷ്ടാവായി തീർന്ന് ഞാൻ ദർശിക്കാൻ വേണ്ടി ദർശനം എന്ന പ്രക്രിയ തൊടുത്തുവിട്ടു. എന്നിട്ട് ദൃശ്യത്തിന്റെ പതിപ്പ് എന്നിൽ പതിപ്പിച്ചു. അങ്ങനെ ദ്രഷ്ടാവായി ദർശനത്തിന് പുറപ്പെട്ട് ദൃശ്യത്തിന്റെ പതിപ്പെടുത്തു. ഇത് മൂന്നും വാസ്തവത്തിൽ എൻ്റെ ഉള്ളിൽ നടക്കുന്ന ത്രിപുടി ജനനമല്ലേ? അത് മനസ്സിലാവുണ്ടോ? നിങ്ങളൊക്കെ പിടിച്ച് അടുത്ത് വരണം, അല്ലെങ്കിൽ ഞാൻ അടുത്ത് വന്ന് ചോദിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ദ്രഷ്ടാവ് എന്നുള്ള അങ്കുരിപ്പുണ്ടല്ലോ, ആ മുളപൊട്ടല്, അതിനുശേഷം ദർശിക്കുക എന്ന പ്രക്രിയ, പ്രവൃത്തി, ആ ദർശനത്തിന്റെ ഫലമായി ദൃശ്യം എന്ന് പറയുന്ന പ്രതീതി, ഇത് മുഴുവൻ എൻ്റെ ഉള്ളിലുള്ള സൃഷ്ടിയോ അതോ പുറത്തോ? ഒന്ന് പറയണപ്പാ ബുദ്ധിയെടുത്ത്. ഉള്ളിലുള്ള സൃഷ്ടി,
ആ ഉള്ളിലുള്ള സൃഷ്ടിയിൽ ദ്രഷ്ടാവ് വേറെ, ദൃശ്യം വേറെ, ദർശനം വേറെ എന്ന് വേർതിരിക്കാൻ അവിടെ ഉണ്ടോ 3 ഏതെങ്കിലും ഒരു ചിന്ത നിങ്ങൾക്ക് എനിക്ക് പുറത്തെടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്ന്. ഞാൻ കറുത്ത ഒരാനയെ കണ്ടു. എവിടെയാ കണ്ടത്? ഉള്ളിൽ നിന്ന് ആ കറുത്ത ആനയൊന്ന് എനിക്ക് കാണിച്ചു തരൂ. എവിടെയാ ആന? ഏതെങ്കിലും ഒരു വിചാരം വന്നാൽ ആ വിചാരത്തിന് സൂക്ഷ്മ സ്വഭാവമല്ലാതെ സ്ഥൂല സ്വഭാവമുണ്ടോ? മനസ്സ് സൂക്ഷ്മമല്ലേ? മനസ്സിലുള്ള സൂക്ഷ്മ പതിപ്പുകളെല്ലാം സൂക്ഷ്മമല്ലേ ആകൂ? പിന്നെ എന്തിനു നോക്കിയിട്ടാ നിങ്ങൾ ഈ സ്ഥൂല പ്രപഞ്ചം എന്ന് പറയുന്നത്? എവിടെയാണ് സ്ഥൂലത? മനസ്സിലുള്ള ഐഡിയ അല്ലേ ഈ സ്ഥൂലം? മനസ്സിലുള്ള സ്ഥൂലം എന്നുള്ളത് പോലെ സൂക്ഷ്മവും മനസ്സ് വരുത്തി തീർക്കുന്ന വകതിരിവല്ലേ? അതല്ലാതെ ഇവിടെ എന്താ ഉള്ളത്? അതുകൊണ്ട് ദ്രഷ്ടാവ്, ദർശനം, ദൃശ്യം എന്ന് പറയുന്ന 3 പ്രതീതികളെയും ഒരുമിച്ചങ്ങോട്ട് വിടുന്നു. മാത്രമല്ല വാസനയാസഹ, നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹം അങ്കുരിക്കുന്നുണ്ടെങ്കിലും ആ ആഗ്രഹം ഓരോരോ വസ്തുവിനും ദൃശ്യവസ്തുക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? അങ്ങനെ ഒരു ദൃശ്യമുണ്ടോ? എന്താ മിണ്ടാതെ? എവിടെയാണ് ഈ ദൃശ്യം? ഞാനാണ് കാണുന്നത്. കാണുന്ന എൻ്റെ ഉള്ളിലുള്ള ഉൾപ്പതിപ്പുകളാണ്. എൻ്റെ ഉൾപ്പതിപ്പുകളോട് ഞാൻ ആഗ്രഹം പുലർത്തി. എന്താ മിണ്ടാതെ? എൻ്റെ ഉൾപ്പതിപ്പിനോട് ഞാൻ ആഗ്രഹം പുലർത്തി. സമുദ്രം അലയെ ആശിക്ക്. സമുദ്രത്തിന്റെ ഉയർച്ചയും താഴ്ചയുമാണ് ഉപരിതലത്തിന്റെ അലകൾ. അയ്യോ, ഈ അലകൾ വളരെ നന്നായിരിക്കുന്നു. സമുദ്രം പറയാണ് എനിക്ക് ആ അല വേണം എന്ന് സമുദ്രം പറയോ? നിങ്ങൾ മിണ്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുകയോ? ആഗ്രഹം തോന്നുന്നത് മനസ്സിലല്ലേ? ഏതിനോട് ആഗ്രഹം തോന്നുന്നു? വസ്തുക്കളുടെ ദൃശ്യ പതിപ്പുകളോട്. ആ പതിപ്പുകൾ മുഴുവൻ വാസ്തവത്തിൽ മനസ്സിന്റെ തന്നെ മനസ്സത്തെയല്ലേ അതിലുള്ളത്? അപ്പൊ ആഗ്രഹം എന്നുള്ള പേരിൽ മനസ്സെങ്ങനെ മനസ്സിന്റെ തരംഗത്തിനെ തന്നെ ആവശ്യപ്പെടും? ഈ ദ്രഷ്ടാവ് എവിടെയാ? ഉള്ളിൽ. ദർശനം എവിടെയാ? ഉള്ളിൽ. ദൃശ്യം എവിടെയാ? ഉള്ളിൽ. ആ ഉള്ളിൽ ഇങ്ങനെയുള്ള വകഭേദത്തിന് സ്റ്റാൻസ് ഇല്ല. എല്ലാം കൂടിയിട്ടൊരൊറ്റ ഉണർവേ ഉള്ളൂ. നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോഭയത പ്രജ്ഞം ന പ്രജ്ഞാനഘനം നാപ്രജ്ഞം. മാണ്ഡൂക്യോപനിഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നാന്തപ്രജ്ഞം നോഭയത പ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം. അദൃഷ്ടമവ്യവഹാര്യമഗ്രാഹ്യമലക്ഷണമചിന്യമവ്യപദേശ്യമേകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. ആ ആത്മാവിന്റെ വിവരണമാണത്. ചിന്തയായി, ചിന്തിക്കുന്നവനായി, ചിന്താ പ്രക്രിയയായി, ചിന്തിക്കുന്ന വസ്തുവായി, ഇങ്ങനെ പലതരത്തിലും പ്രതിഭാസിച്ച് പരിലസിക്കുന്നതായ ആ ഏക സ്വരൂപത്തിൽ ഒന്നേ ഉള്ളൂ. അതിൻ്റെ പതിപ്പുകളോട് അതിന് ആഗ്രഹമോ? അതുകൊണ്ട് ദ്രഷ്ടൃ ദർശന ദൃശ്യാനി, ദ്രഷ്ടാ ദർശനം ദൃശ്യം, ഇത് 3നെയും അതിനോടുള്ള വാസനയോടുകൂടി ഉപേക്ഷിച്ച് ദർശന പ്രഥമാഭാസം, ദർശന പ്രഥമാഭാസം. ദർശനം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന സത്താവിശേഷം എന്ത്? ചിന്തയുണ്ടാവുന്നത് ചിന്തനത്തിൽ നിന്ന്. ചിന്തനം തുടങ്ങുന്നത് ചിന്തകനിൽ നിന്ന്. ചിന്തകന് മുൻപ് ചിന്തിക്കാതെ ചിന്തകനായിത്തീരുന്ന ആ പൂർവവസ്തു ഉണ്ടല്ലോ, ആ വസ്തുവിനെ കുറിച്ച് ദർശന പ്രഥമാഭാസം ആത്മാനം സമുപാസ്മഹേ. ആ ദർശനത്തിനും കൂടി മുൻപിലുണ്ടായിരുന്ന ആ പ്രഥമാഭാസമായിരിക്കുന്ന പരമാത്മാവിനെ ഞങ്ങളിതാ ഉപാസിക്കുന്നു. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? ഇതാണ് ഭാരതം, ഇതാണ് നമ്മുടെ സംസ്കാരം. ഈ സംസ്കാരത്തിനെ അട്ടിമറിക്കാനോ വെട്ടിപ്പിടിക്കാനോ ലോകത്തിലൊരു ശക്തിക്കും സാധിക്കില്ല. ഇത് സ്വാന്തർഗതമാണ്. നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ കൊല്ലാം, ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല. ന്യായം ഹന്തിന ഹന്യതേ എന്ന് ഉപദേശിച്ചു കൊടുത്തുല്ലോ. ഇതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. ഈ ശ്ലോകത്തിന് അർത്ഥമായോ? മനസ്സിലായോ? Cast aside the threefold distinction called the thought, the thinking process and the thinker. Before the thinkerhood emerged in your mind, within yourself, there was some kind of an entity, some kind of a brilliance, some kind of a presence, certainly subjective and splendorous. Try to understand that there is something preceding the thinkerhood in you. Something becomes the thinker, gives rise to the thinking process, as a result of which the thought
an outcome is produced. Be intelligent, be sharp, be introspective, penetrate into the whole thinking process, understand the threefold distinction, and get into the state before and preceding the thinkerhood, and remain there. എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ, ആലോചിക്കുന്നില്ലല്ലോ. ചിന്തകനായി ചിന്തനം ചെയ്ത് ചിന്തകളെല്ലാം ഉത്പന്നമായി ആ മൂന്നിന്റെ കോലാഹലം നടക്കുന്നതിന് മുൻപ് ആ ചിന്തിക്കുന്നവന്റെ പൂർവാവസ്ഥ എന്തോ ആ അവസ്ഥയിൽ അങ്ങോട്ട് മകിഴ്ന്ന് അതിലങ്ങോട്ട് ഇരിക്കൂ. ഇതിന് എവിടേക്ക് പോണം ഇതിനു വേണ്ടി? ശരിയായ തീർത്ഥയാത്ര ഉള്ളിലാണ്, ശരീരത്തിന്റെ ഉള്ളിലാണ്. തത്വവിചാരമാണ് അതിന്റെ സരണി. അതിന്റെ അവസാനം നാം കാണാൻ പോകുന്ന ദൈവം അന്തരാത്മാവാണ്. അതാണ് ഞാൻ എന്ന് പറയുന്ന ആ പരമാത്മാവ്. അതിന്റെ പേരിൽ ജനകനെ ഉപദേശിക്കുകയാണ്. നത്വം വിപ്രാതികോ വർണ്ണോ നാശ്രമീനാക്ഷഗോചരഃ അസംഗോസി നിരാകാരോ വിശ്വസാക്ഷി സുഖീ ഭവ. ജനക മഹാരാജാവേ, നത്വം വിപ്രാതികോ വർണ്ണോ, ഏതെങ്കിലും ശരീരത്തെ നോക്കി വിപ്രൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇതൊന്നും നിങ്ങൾ പറയണ്ട. ഈ വർണ്ണങ്ങളൊക്കെ ശരീരം തന്നെയാണ്. അങ്ങാണെങ്കിലോ ശരീരത്തിന് സാക്ഷിയാണ്. നാശ്രമീനാക്ഷഗോചരഃ, ഈ ശരീരം കണ്ണിന് കാണാനുള്ളതാണ്. അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിരിക്കുന്ന ഒരു വസ്തുവുമല്ല അങ്ങ്. അങ്ങയ്ക്ക് ആശ്രമമില്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ആശ്രമഭേദങ്ങളില്ല. അസംഗോസി, ഒന്നിനോടും ബന്ധപ്പെടാതെ, സംഘമില്ലാതെ നിസ്സംഗനായി, സ്വതന്ത്രനായി, സ്വച്ഛനായി, ലോൺലി, ഏകാഗിയായി, കേവലനായിരിക്കുന്നവനാണ് അങ്ങ്. നിരാകാരോ, ശരീരത്തിനെ പോലെ ആകാരമൊന്നുമില്ല. ആകാരം സ്ഥൂല വസ്തുക്കൾക്കേ ഉള്ളൂ. സ്ഥൂലത്തിന്റെ ഉള്ളിലുള്ള സൂക്ഷ്മമായ ഉണർവിന് ഒരു തരത്തിലുള്ള ആകാരവുമില്ല. വിശ്വസാക്ഷി സുഖീ ഭവ. എന്റെ കൂടെ വരുവപ്പാ നിങ്ങള്. വിശ്വസാക്ഷി സുഖീ ഭവ. നിങ്ങൾ വീട് സാക്ഷിയാവരുത്, ഗൃഹസാക്ഷി. നിങ്ങൾ ദേഹസാക്ഷിയാകരുത്. നിങ്ങളൊരു കുടുംബസാക്ഷിയാകരുത്, കച്ചവട സാക്ഷിയാകരുത്, പ്രൊഫഷൻ സാക്ഷിയാകരുത്. വിശ്വസാക്ഷി. ഈ വിശ്വം മുഴുവനും എന്റെ ദേഹം എങ്ങനെയോ അതുപോലെ ദൃശ്യമാണ് എനിക്ക്. ആ വിശ്വത്തിന്റെ വലിപ്പം എത്രയുണ്ടോ അത്രയും അതിലേറെയും എനിക്ക് വലിപ്പമാണ്. എന്റെ ശരീരം പരിമിതം, എന്നാൽ ഞാൻ, എന്റെ ആത്മാവ് അപരിമിതം. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും നോക്കിക്കണ്ട് ഉള്ളിൽ പതിപ്പുണ്ടാക്കണമെങ്കിൽ ആ ഉൾപതിപ്പുകൾ ഉൾക്കൊള്ളുന്നതായ ആ ഉൾചേതനയ്ക്ക് എത്രത്തോളം ബൃഹത് സ്വഭാവം വേണമെന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ വീട്ടിലെ എന്റെ മോൻ നല്ലോണം പെരുമാറിയില്ല, കഥയൊക്കെ വിടുവപ്പാ. ഈ പഞ്ഞവും പാട്ടവും വിടൂ. നിങ്ങൾ വിശ്വത്തിന് സാക്ഷിയാണ്. വീട്ടിൽ വളരുന്ന കുട്ടികൾ നമ്മുടെ നാട് ദേശപൗരനാണ്, ലോകപൗരനാണ്. അപ്പൊ വിശ്വത്തിന് മുഴുവൻ സാക്ഷിയാകാൻ വേണ്ടിയാണ് മനുഷ്യന്റെ കണ്ണ്. മൃഗങ്ങളുടെ കണ്ണ് ഒരു പക്ഷേ അങ്ങനെ ആവില്ല, ഇര തേടാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മനുഷ്യന്റെ കണ്ണ് തുറന്ന ലോകത്തെ, പരന്നു കിടക്കുന്ന ലോകത്തെ തുറന്നു കണ്ട് ആ തുറന്നു കാണൽ വഴി കാണുന്ന ആ ദ്രഷ്ടാവിന്റെ വലിപ്പം, മഹിമ, മേന്മ, പ്രഭാവം, കരുത്ത്, അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുക വേണ്ടത് നമ്മള്. മനുഷ്യ ശരീരം സൃഷ്ടിച്ച് 8-9 മാസം കൊണ്ട് പൂർണ്ണമായി അമ്മയുടെ ഗർഭത്തിൽ നിന്നൊരു കുട്ടി ഇങ്ങോട്ട് വന്നപ്പോ ആ കുട്ടി എല്ലാ വിധത്തിലും ഈ ലോകത്തെ മുഴുവൻ കണ്ടു ഗ്രഹിക്കാൻ പറ്റിയ ഒരു ശക്തിയോടുകൂടിയാണ് ജനിക്കുന്നത്. ചെറിയ 2 കണ്ണ്, അനന്ത ദൂരങ്ങളെയാണ് നാം കാണാൻ പോകുന്നത്. ആ അനന്ത ദൂരത്തെ കണ്ട് പതിപ്പുണ്ടാക്കി മനസ്സിലാക്കി തരുന്ന നിങ്ങളുടെ ഉള്ളിന് വിസ്താരവും വലിപ്പവും എത്രയുണ്ടെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ ഇനി പറയരുത് ഞാൻ പിച്ചയാണ്, ഞാൻ ദുഃഖിയാണ്, എനിക്ക് അതുണ്ട് ഇതുണ്ട്. മിണ്ടരുതപ്പാ. ആത്മഗാനം പാടൂ, വീട്ടുഗാനം നിർത്തൂ, ദുഃഖഗാനം നിർത്തൂ. സുഖദുഃഖാതീതമായിരിക്കുന്ന ശുദ്ധഗീതം പാടൂ. ഒരൊറ്റ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോണ്ട. നിങ്ങളുടെ ആത്മാവിന്റെ പ്രകടനമാണ് ഈ ലോകം മുഴുവനും. എഴുന്നേൽക്കുന്നത് നിങ്ങളാണ്, ലോകം എഴുന്നേൽക്കുന്നില്ല. കാണുന്നത് നിങ്ങളാണ്, കാണപ്പെടുന്നതല്ല കാണുന്നത്.
നിങ്ങൾ എപ്പോഴും അനുഭവിയായി എല്ലാ അനുഭവങ്ങൾക്കും മീതെ കവച്ചു വെച്ചുകൊണ്ട് അതീതമായി വിശ്വസാക്ഷിയായിരിക്കുകയാണ്. ഈ വിശ്വത്തിൽ എന്ത് കോലാഹലം വേണമെങ്കിൽ ഉണ്ടാകട്ടെ, ഗ്രഹങ്ങൾ കൂട്ടിയിടിച്ച് നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ, ബ്ലാക്ക് ഹോളിലെല്ലാം പോട്ടെ വരട്ടെ, ഈ ഉദയാസ്തമനങ്ങളെല്ലാം പുറത്തു നടക്കണു, നിങ്ങളതിനെ കാണുന്ന സാക്ഷിയാണ്. എന്നും സൂര്യൻ ഉദിക്കണു അസ്തമിക്കണു. ആ സൂര്യന്റെ ഉദയാസ്തമനങ്ങളോടുകൂടി നിങ്ങൾ ഉദിച്ച് അസ്തമിക്കുന്നുണ്ടോ? എന്താ മിണ്ടാത്തവര്? നിങ്ങൾക്ക് ഉദയമുണ്ടോ അസ്തമനമുണ്ടോ? ഈ സൂര്യോദയാസ്തമനങ്ങളെ കാണുന്നല്ലേ ഉള്ളൂ. ഒരാള് നമ്മുടെ മുമ്പിൽ മരിച്ചു, നിങ്ങൾ മരിക്കുന്നുണ്ടോ? അതോ മരണം ദർശിക്കുന്നുവോ? ഒരു കുട്ടി ജനിച്ചു, നിങ്ങൾ ജനിച്ചുവോ? ജനനം കാണുന്നല്ലേ ഉള്ളൂ. സുഖം വന്നു, സുഖത്തിന് സാക്ഷി. ദുഃഖം വന്നു, ദുഃഖത്തിന് സാക്ഷി. മിണ്ടരുത്. ഈ പിച്ചത്തരം വിടൂ. പ്രഭുത്വം ഉൾക്കൊള്ളൂ. നശ്വരതയെ തള്ളൂ, അനശ്വരതയെ കൊള്ളൂ. ഇതാണ് നമുക്ക് ആവശ്യം. ഇത് അവനവന്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും പ്രയോഗമാണ്, വിനിയോഗമാണ്. അവയ്ക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള സാമർഥ്യമാണ്, യോഗ്യതയാണ്. പാടൂ എന്ന് അസംഗോഹം പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയ. ബ്രഹ്മജ്ഞാനാനന്ദാവലിയിലത്തെ ശ്ലോകമാണത്. അസംഗോഹം, എനിക്ക് ഒന്നിനോടും സംഘമില്ല. അസംഗോഹം പുനഃ വീണ്ടും. എന്താ? സച്ചിദാനന്ദരൂപോഹം, എപ്പോഴും നിൽക്കുന്ന ഞാനാണ്. എൻ്റെ സ്വരൂപം സ്വഭാവം ആനന്ദമാണ്. ആ സച്ചിദാനന്ദ രൂപത്തിന് ഒരു കോട്ടവുമില്ല. അഹമേവാഹമവ്യയ നിത്യശുദ്ധ വിമുക്തോഹം നിരാകാരോഹമവ്യയ ഭൂമാനന്ദസ്വരൂപോഹം അഹമേവാഹമവ്യയ നിത്യശുദ്ധ വിമുക്തോഹം, എന്നും ഞാൻ ശുദ്ധനായി മുക്തനായി വിമുക്തനായിരിക്കുന്നവനാണ്. നിരാകാരോഹമവ്യയ, എനിക്ക് ഒരു വിധത്തിലുള്ള ആകാരവുമില്ല. അവ്യയം തേമാനമില്ലാത്തവനാണ് ഞാൻ. ഭൂമാനന്ദസ്വരൂപോഹം, ഭൂമ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തിന്റെ പര്യായ ശബ്ദമാണത്. അങ്ങനെ ഭൂമവും ആനന്ദവുമായിരിക്കുന്ന ഭൂമാനന്ദം, മുട്ടുസൂചി ആനന്ദമല്ല. മുട്ടുസൂചി ഒരു പുതിയ സാധനം കിട്ടി, മേടിച്ചുകൊണ്ട് വന്നു, പരമസന്തോഷം. ബർത്ത്ഡേ ഒരു പ്രസന്റ്, ആരാ കൊണ്ടുവരിക, എവിടെയാ കൊണ്ടുവരിക, അതൊന്നുമല്ല. എനിക്ക് ആനന്ദം തരുന്നത് ആ ഭൂമാ എന്ന് പറയുന്നതാ. ഭൂമാനന്ദസ്വരൂപോഹം അഹമേവാഹമവ്യയ നിത്യോഹം നിരവധ്യോഹം നിരാകാരോഹമച്യുതഃ പരമാനന്ദരൂപോഹം അഹമേവാഹമവ്യയ. എഴുതി വയ്ക്കൂ. കുട്ടികളെ തൊട്ടിലുണ്ട് പാട്ടുമ്പോ ഈ പാട്ട് പാടിയിട്ട് ആട്ടു. എന്താ കുറവ്? കാവ്യമാണല്ലോ, സംഗീതമാണല്ലോ, എത്ര വേണമെങ്കിൽ ചെലുത്താലോ. നിത്യോഹം, എപ്പോഴും നിലനിൽക്കുന്നവനാണ്, നിലകൊള്ളുന്നവനാണ്. നിരവധ്യോഹം, എനിക്ക് ഒരു വിധത്തിലുള്ള കറയോ കുറയോ ഇല്ല. നിരാകാരോഹം, ആകൃതിയും വണ്ണവും പൊണ്ണവുമില്ല. അച്യുതഃ, ഞാൻ ചുതിയില്ലാത്തവനാണ്. പരമാനന്ദരൂപോഹം, പരമാനന്ദ സ്വരൂപിയാണ് ഞാൻ. അഹമേവാഹമവ്യയ, ഞാനാൽ തന്നെ, എൻ്റെ സ്വരൂപത്താൽ തന്നെ, എൻ്റെ സ്വഭാവത്താൽ തന്നെ അവ്യയനാണ്. തൽക്കാലം ഒന്ന് നിർത്താം നമുക്ക്. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവമഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സദുഭരൂപം ഭജേഹം സദാനുസ്മരാമി
പ്രണവം. ഹരി ഹരി ഹരി. എല്ലാവരും ഓ